ഇറാൻ നടത്തുന്ന ആക്രമണം ഉയർത്തുന്നത് സ്ഥായിയായ സുരക്ഷാ ആശങ്കയെന്ന് UAE നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. തങ്ങളുടെ ലക്ഷ്യം കേവലം വെടിനിർത്തലിൽ ഒതുങ്ങില്ലെന്നും ദീർഘകാല പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കുന്നതാണ് ലക്ഷ്യമെന്നും ഗർഗാഷ് എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കി. മേഖലയിൽ ആണവ സുരക്ഷ ഉൾപ്പെടെ ഉറപ്പാക്കുന്ന ശാശ്വത സമാധാനമാണ് തങ്ങളുടെ മുന്നിലുള്ളത്. ഇറാന്റെ ആക്രമണം ആഴത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ശാശ്വത സുരക്ഷ ഉറപ്പാക്കുന്ന ആണവ ഭീഷണി, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെ പ്രതിരോധിക്കുന്ന ജലപാതകളുടെ ഭീഷണി അവസാനിപ്പിക്കുന്ന പരിഹാരങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അൻവർ ഗർഗഷ് പറഞ്ഞു. UAE ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ലക്ഷ്യമിടുന്നത് തുടരുന്നതിനിടെയാണ് ഗർഗഷിന്റെ പരാമർശം. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ UAEയിലേക്ക് വരുന്ന ഭീഷണികളെ പ്രതിരോധിക്കുന്നുണ്ട്. സംഘർഷം ആരംഭിച്ചതിനു ശേഷം രാജ്യത്തിന്റെ വ്യോമ അതിർത്തിയും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കുന്നതിന് സായുധ സേന ശക്തമായി നിലകൊള്ളുന്നുണ്ട്. നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും UAEയിൽ പ്രവേശിക്കാതെ തടയാനായെന്നും അധികൃതർ വ്യക്തമാക്കി. അതിനിടെ അബുദാബിയിൽ മിസൈൽ അവശിഷ്ടം പതിച്ച് ഒരാൾക്ക് കൂടി പരിക്കേറ്റു. കുവൈറ്റിൽ വീണ്ടും ആക്രമണ ശ്രമം ഉണ്ടായി. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ഇറാൻ നിരുപാധികമായി ജലപാത വീണ്ടും തുറന്നില്ലെങ്കിൽ ഇറാനിയൻ ഊർജ്ജ കേന്ദ്രങ്ങൾ തകർക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. എന്നാൽ ഇറാന്റെ ഇന്ധന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ ഈ മേഖലയിലെ അമേരിക്കയുടെയും സയനിസ്റ്റ് ഭരണകൂടത്തിന്റെയും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കുമെന്ന് തിരിച്ചടിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ അമേരിക്കയുടെ F-15 യുദ്ധവിമാനം തകർത്തതായി ഇറാൻ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. ഹോർമൂസ് ദ്വീപിൽ വെച്ചാണ് അമേരിക്കൻ യുദ്ധവിമാനം തകർത്തതെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ആക്രമണം തുടർന്നാൽ യുദ്ധതന്ത്രം മാറുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഇറാൻ. 3 ആഴ്ചകളെടുത്ത് ശത്രുക്കളുടെ വീഴ്ച മനസ്സിലാക്കി തിരിച്ചടി നൽകിയെന്നാണ് ഇറാന്റെ അവകാശവാദം. F-35 വിമാനത്തെ ആക്രമിച്ചതും ഇസ്രായേലിന്റെ ആണവ ഗവേഷണ കേന്ദ്രം ആക്രമിച്ചതും കാട്ടി യുദ്ധത്തിൽ മേൽക്കൈ അവകാശപ്പെടുകയാണ് ഇറാൻ. 3 ആഴ്ച ശത്രുവിന്റെ വീഴ്ചകൾ പഠിച്ച ശേഷമാണ് പുതിയ നീക്കങ്ങളെന്നും ഇനി രീതികൾ മാറുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ ശത്രുക്കൾക്കും അവരുമായി ബന്ധമുള്ളവർക്കും ഒഴികെ മറ്റെല്ലാവർക്കും വേണ്ടി തുറന്നു കിടക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മാരിടൈം ഏജൻസിയിലെ ഇറാൻ പ്രതിനിധി പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇറാന്റെ വെല്ലുവിളിയും ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുമെന്ന അമേരിക്കൻ ഭീഷണിയും ഒരുപോലെ മേഖലയെ ആശങ്കയിലാക്കുന്നു. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ ഡിമോണ ആണവ നിലയം ആക്രമിക്കുമെന്ന് ഇറാൻ മാധ്യമങ്ങളിൽ മുന്നറിയിപ്പുണ്ട്. തസ്നീം ന്യൂസ് ഏജൻസിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ അമേരിക്ക യുദ്ധം നിലവിലെ സ്ഥിതി തുടർന്നാൽ യുദ്ധം ഇനിയും നീണ്ടേക്കുമെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹകാൻ ഫിദനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ നിലപാടാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. വെടിനിർത്തൽ ശ്രമങ്ങളെ ഇസ്രായേൽ സ്വാധീനിച്ചേക്കും. ചർച്ചകൾക്ക് ഇപ്പോൾ വലിയ മാറ്റമുണ്ടാകാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെന്നും ഇസ്രായേൽ നിലപാടാണ് പ്രധാന പ്രശ്നമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന് നേരെയും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും നടന്നത് ശരിയായ കാര്യങ്ങളല്ല. സമാധാന ശ്രമങ്ങൾ തുടരുമെന്നും തുർക്കി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.